हाय किड्स, कैसे सब लोग? ഞാൻ എന്താ ചോദിച്ചതെന്നറിയോ? നിങ്ങൾക്ക് സുഖമാണോ എന്ന്. സുഖമാണോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതക്ഷരമാണ് പഠിച്ചത്? ഊസേ ഊണ്ട് അല്ലേ? എല്ലാവരും അത് നോട്ട്ബുക്കിലേക്കൊക്കെ എഴുതിയോ? നല്ല വൃത്തിയായിട്ട് എഴുതിയോ? എഴുതാൻ പഠിച്ചോ? പുസ്തകം എടുത്ത് വായിച്ചോ? വെരി ഗുഡ്. ഇന്ന് നമുക്ക് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞു കൂട്ടുകാർ പാടിയ ഒരു കൊച്ചു ഹിന്ദി കവിത കേട്ടാലോ? ഒരു ഹിന്ദി റൈം. मछली जल की रानी है, जीवन उसका पानी है। हाथ लगाओगी तो डर जाएगी, बाहर निकालोगी तो मर जाएगी, पानी में डालोगी तो जी जाएगी, सारा पानी पी जाएगी। मछली जल की रानी है, जीवन उसका पानी है। हाथ लगाओगी तो डर जाएगी, बाहर निकालोगी तो मर जाएगी, पानी में डालोगी तो जी जाएगी, सारा पानी पी जाएगी। എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചു കൂട്ടുകാരുടെ കവിത? ഇഷ്ടപ്പെട്ടോ? മച്ചലി ജൽ കി റാണി ഹേ, जीवन उसका पानी है, हाथ लगाओ तो डर जाएगी, पानी में डालेगी तो जी जाएगी. So dear children, now we are going to study the 7th Swarashar letter Ri. Which letter? Ri. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ 7ാമത്തെ സ്വരാക്ഷര ലെറ്ററായ രി എന്ന ലെറ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? അ, ആ, ഇ, ഈ, ഉ, ഊ അല്ലേ? 6 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? ദിസ് ഈസ് ദ ലെറ്റർ രി. മലയാളത്തിൽ എന്താ പറയുന്നത്? റ് അല്ലേ? റ്. അത് ഹിന്ദിയിൽ പറയുന്ന രി. ദിസ് ഈസ് ദ ലെറ്റർ രി. ഓക്കെ. നൗ ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 2. See here. See here the letter ri. And who is this? Rishi. Sage, സന്യാസി അല്ലേ? രി, ഋഷി. രീസേ ഋഷി, രീസേ ഋഷി. ഓക്കെ. ഇനി പേജ് നമ്പർ 1 എടുത്തേ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. പേജ് നമ്പർ 1. See here. आसे अनार, आसे आम, ईसे इमली, ईसे ईख. Go to page number 2. ऊसे उल्लू, ऊसे ऊन, रीसे ऋषि. Clear? रीसे ऋषि, ऋषि. सेज, SAG, sage. रीसे ऋषि. Now we can study 3 words starting with the letter ri. Children, see this picture. What is it? Season. Season means കാലാവസ്ഥ. Now which is the season?
റെയിനി സീസൺ അല്ലേ? ഇപ്പം ഏത് കാലാവസ്ഥയാണ്? മഴക്കാലം. പിന്നെ ഏതൊക്കെ കാലാവസ്ഥയാണ് ഉള്ളത്? ഏതൊക്കെ സീസൺസാണ് ഉള്ളത്? മഴക്കാലമുണ്ട്, മഞ്ഞുകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വസന്തകാലമുണ്ട് അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള സീസൺസ് ഉണ്ട്. അപ്പം സീസൺ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുന്നത്? ഋതു. എങ്ങനെയാ? ഋതു. പറഞ്ഞേ ഋതു എന്ന്. ഋതു. ഋതു. സെലൗള്ളി. ഋതു. ഒച്ചത്തിൽ പറഞ്ഞേ ഋതു. രീ സേ ഋതു. രീ സേ ഋതു. എൻ്റെ കൂടത്തിൽ പറഞ്ഞേ രീ സേ. രീ സേ എന്താണ്? ഋതു. ഞാൻ പറയുന്നതിൻ്റെ കൂടത്തിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. രീ സേ ഋതു. രീ സേ ഋതു. Now see this picture. Who is this? Sage. Sage. Sage means സന്യാസി. സന്യാസിക്ക് ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? ഋഷി. ഒന്ന് പറഞ്ഞേ ഋഷി. ഋഷി. എൻ്റെ കൂടത്തിൽ പറഞ്ഞേ രീ സേ ഋഷി. രീ സേ ഋഷി. ഉച്ചത്തിൽ പറ രീ സേ ഋഷി. പറയുന്നുണ്ടോ? എൻ്റെ കൂടത്തിൽ പറയണം കേട്ടോ. രീ സേ ഋഷി. രീ സേ ഋഷി. ഒന്നുകൂടെ പറ രീ സേ ഋഷി. ആദ്യമേ പറഞ്ഞ വാക്കേതാണ്? രീ സേ ഋതു. ഇപ്പം പറഞ്ഞതോ? രീ സേ ഋഷി. Now see the third bird. What is it? Yes, bull. കാള അല്ലേ? ബുൾ. കാള. കാളയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് എങ്ങനെയാണ്? ഋഷഭ്. പറഞ്ഞേ ഋഷഭ്. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ ഋഷഭ്. രീ സേ ഋഷഭ്. എൻ്റെ കൂടത്തിൽ പറയണം കേട്ടോ. രീ സേ ഋഷഭ്. രീ സേ ഋഷഭ്. രീ സേ ഋഷഭ്. ഓക്കെ, കമോൺ. നമുക്കൊന്നും കൂടെ 3 വാക്കുകൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? രീയിൽ തുടങ്ങുന്ന 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. രീ സേ ഋതു. രീ സേ ഋഷി. രീ സേ ഋഷഭ്. എൻ്റെ കൂടത്തിൽ പറയേ, ഒച്ചത്തിൽ പറയേ, വേഗം പഠിക്കണ്ടേ? ഓക്കെ. രീ സേ ഋതു. രീ സേ ഋഷി. രീ സേ ഋഷഭ്. ഒന്നുകൂടെ പറഞ്ഞേ രീ സേ. പറയേ രീ സേ എന്താണ്? ഋതു, സീസൺ. രീ സേ ഋഷി. സേജ്, സന്യാസി. രീ സേ ഋഷഭ്. ബുൾ, കാള അല്ലേ? രീ സേ ഋഷി. രീ സേ ഋതു. രീ സേ ഋഷഭ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? എന്നാൽ കണ്ണൊക്കെ അടച്ചേ, കൈയൊക്കെ കെട്ടി നിന്നേ, എന്നിട്ടൊന്ന് ഓർത്ത് നോക്കിക്കേ ഏതാണ് 3 വാക്കുകൾ നമ്മൾ പഠിച്ചതെന്ന്. മനസ്സിലൊന്ന് ഓർത്ത് നോക്കി. പറയാൻ കിട്ടുന്നുണ്ടോ? മറന്നുപോയോ? ഓക്കെ, നമുക്കൊന്നും കൂടെ പഠിക്കാം. സ്റ്റാർട്ട്. രീ സേ ഋതു. പറയേ, 2 പ്രാവശ്യം പറയൂ. രീ സേ
ഋതു. രി സേ ഋതു. ഓക്കെ. ദ സെക്കൻഡ് വൺ. രി സേ പറ ഋഷി. രി സേ ഋഷി. കിട്ടിയോ? മൂന്നാമത്തെ ഏതാണ്? ബുൾ. ബുള്ളിന് ഹിന്ദി പറയുന്നത് എന്താണ്? ഋഷഭ് അല്ലേ? രി സേ ഋഷഭ്. രി സേ ഋഷഭ്. ഓക്കെ, പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു ടേബിളിൻ്റെ മുന്നിലിരുന്ന് പഠിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ ടേബിളിൻ്റെ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു പുസ്തകമുണ്ട്, പിന്നെ പെൻസിലുണ്ട്, കോപ്പി ബുക്കുണ്ട്, ഇറേസറുണ്ട് അല്ലേ? പേനയുണ്ട്. ഓക്കെ, പുസ്തകത്തിന് ഹിന്ദി പറയുന്ന വാക്ക് എന്താണെന്നറിയാവോ? സീ ദ പിക്ചർ. കിതാബ്. എന്താണ്? കിതാബ്. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം അല്ലേ? ഹിന്ദി കാ കിതാബ്, ഹിന്ദിയുടെ പുസ്തകം. മലയാളം കാ കിതാബ്, മലയാളത്തിൻ്റെ പുസ്തകം. അപ്പോൾ പുസ്തകത്തിന് പറയുന്ന പേരാണ് കിതാബ്. എന്ന് പറഞ്ഞേ, കിതാബ്. കിതാബ്. പുസ്തകം തുറക്കാൻ ഹിന്ദി പറയുന്നതാണ് കിതാബ് കോലോ. നമുക്ക് കിതാബ് എന്ന വാക്ക് മാത്രം പഠിച്ചാൽ മതി. കിതാബ് പുസ്തകം. കിതാബ് പുസ്തകം. ഉച്ചത്തിൽ പറഞ്ഞേ, കിതാബ്. സേ ലൗഡ്ലി, കിതാബ്. കിതാബ്. See this picture? This is a pencil അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെൻസിലില്ലേ? നിങ്ങളുടെ ടേബിളിൻ്റെ പുറത്ത് പെൻസിലില്ലേ? യെസ്, പെൻസിൽ. പെൻസിലിന് ഹിന്ദി പറയുന്നത് എന്താണ്? വെരി ഈസി. പെൻസിൽ. പെൻസിലിന് പറയുന്നത് പെൻസിൽ അല്ലേ? ഇപ്പോൾ പെൻസിൽ. പെൻസിലിന് പെൻസിൽ. Now see this picture. What is it? ഇറേസർ അല്ലേ? ഇറേസർ. ഇറേസറിന് ഹിന്ദിയിൽ പറയുന്നത് എന്താണ്? റബഡ്. പറഞ്ഞേ, റബഡ്. സേ ലൗഡ്ലി, റബഡ്. 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 ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ പഠിപ്പിച്ച 6 കാര്യങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ പഠിക്കണം. വെരി ഈസി അല്ലേ? അപ്പോൾ വേഗം പഠിക്കാം. നമുക്ക് ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. എൻ്റെ കൂടത്തിൽ പറയണം കേട്ടോ. എൻ്റെ കൂടത്തിൽ ഒച്ചത്തിൽ പറയണം, അന്നേരം വേഗം പഠിക്കും. ഓക്കെ, സ്റ്റാർട്ട്. ഋതു. പറയേ. ഋതു. ഋഷി. ഋഷഭ്. കിതാബ്. പെൻസിൽ. അടുത്ത് റബഡ്. ഒന്നുകൂടെ പറഞ്ഞേ. കണ്ണടയ്ക്ക് കേട്ടോ. ക്ലോസ് യുവർ ഐസ്. പറയൂ. ഋതു. ഋഷി. ഋഷഭ്. കിതാബ്. പെൻസിൽ. റബഡ്. Now let us see how to write letter Ri. A small curve, slanting line, opposite slanting line, standing line, and from middle a sleeping line, and make a loop and a small C. And sleeping line. Again
a small curve, slanting line, opposite slanting line, standing line, from middle a small sleeping line, make a loop and a small C. On top small standing line. Children, now you please open page number 6. Here you can see the letter R. Write today's date here and practice 3 lines the letter R. Okay? Now open your Hindi notebook. Write the date here and write Malayalam and Hindi. Here Malayalam letter R and Hindi R, and see how to write R in the notebook. Small curve. Starting from here, a small curve, slanting line. Then after that, we make an opposite slanting line. Starting from here, a small curve, slanting line, then opposite slanting line. Clear? Then a standing line. Then from middle make a small sleeping line. Then from here make a loop and one small C. A small curve, slanting line, opposite slanting line, and a standing line. Then from middle make a sleeping line, then make a loop, then one small C. On top small sleeping line. Make a small curve, slanting line, opposite slanting line, a standing line, middle sleeping line, make a loop and a small C, and on top a sleeping line. Write neatly. So dear children, now I am going to wind up this class. Study well, okay, and write the letter R in notebook neatly, okay. साफ रहिए, सुरक्षित रहिए. बाय बाय बोलो. बाय बाय.